പ്രഗ്നൻസിയുടെ സമയത്ത് പല ലേഡീസും ഫേസ് ചെയ്യുന്ന ഒരു റിയാലിറ്റിയാണ് ഫുഡ് ക്രേവിംഗ് എന്നുള്ളത്. വെച്ചാൽ ചില ഫുഡിനോടുള്ള അമിതമായ ആസക്തി. ഇതെന്തുമൂലം ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാമോ? ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് വളരെയധികം ഹോർമോൺസിൻ്റെ വ്യതിയാനം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നൊക്കെ പറഞ്ഞ ചില ഹോർമോൺസിൻ്റെ വ്യതിയാനം മൂലം നമുക്ക് ഭക്ഷണത്തിനോടുള്ളൊരു മമത വ്യതിയാനപ്പെടും. അപ്പോൾ അത് ഈ ഫുഡ് ക്രേവിങ്ങിന് കാരണമാണ്. ചില ഇമോഷണൽ ചേഞ്ചസ് നമ്മുടെ ബോഡിയിലുണ്ടാവും. ആ ഇമോഷണൽ ചേഞ്ചസ് വരുമ്പോൾ ചില ഫുഡ് പദാർത്ഥങ്ങളോട് നമുക്കൊരു അമിതമായ ആസക്തി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിലെ നമ്മളെ ബീട്രൂട്ട് മസാല ദോശയിൽ ഒരുമാതിരി പല പ്രഗ്നന്റ് ലേഡീസിന് ഭയങ്കര അത് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന സ്മെല്ലും സെൻസും ഒക്കെ ആയിരിക്കും. അത് അവർക്ക് ഭയങ്കരധികം ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ആ ഒരു ഇമോഷണൽ ചേഞ്ച് മൂലവും നമുക്ക് ഈ പറഞ്ഞൊരു ഫുഡ് ക്രേവിംഗ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ചില സൈക്കോളജിക്കൽ എലമെൻ്റ് കൂടി ഈ ഫുഡ് ക്രേവിങ്സിനുണ്ട്. ബിക്കോസ് നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും ഡ്യൂറിങ് പ്രഗ്നൻസി. അപ്പോൾ ഈ മൂഡ് സ്വിങ്സിനെ ഓവർകം ചെയ്യാൻ നമുക്ക് ചില ഇഷ്ടമുള്ള പദാർത്ഥങ്ങൾ കഴിക്കുമ്പോഴത്തേക്കും നമുക്കതിന് ചേഞ്ച് വരാം. അങ്ങനെ ഇതിനൊരു ഹോർമോണൽ തലങ്ങളുണ്ട്, സൈക്കോളജിക്കൽ തലങ്ങളുണ്ട്, ഒരു ഇമോഷണൽ തലങ്ങളുണ്ട്. അതുകൊണ്ട് ഫുഡ് ക്രേവിങ്സ് മോശമല്ല, പക്ഷേ അത് നമ്മുടെ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ വ്യതിയാനമാണ്. അതിനെ ആ ഒരു അർത്ഥത്തിൽ കണ്ടുവച്ചാൽ മതി.